السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ശിഷ്യന്മാരുടെയും നമ്മുടെ ഇഷ്ടക്കാരുടെയും എല്ലാ പാപങ്ങളും പുറത്തു തരികയും ഇരുവീട്ടിലും വിജയം കൈവരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇൽമിൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹിബത്ത് എന്ന പാഠത്തിലെ രണ്ടാം ഭാഗമാണ് ഇപ്പം ചർച്ച. ഹിബത്ത് സഹിയാകണമെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വല്ല സദഖയോ ഹദിയയോ സംഭാവനയോ നൽകുന്നെങ്കിൽ അതിനൊരു അനുമതി പദം ആവശ്യമാണ്, ഒരു സ്വീകരണ പദവും ആവശ്യമാണ്. അതിന് പുറമെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. ഇതിൻ്റെ പേരാണ് സ്വീഗ എന്ന് പറയുന്നത്, വാചകം. ചിലപ്പോൾ വാചകം നമ്മൾ പറയുന്ന വാക്കിൻ്റെ ഉള്ളിലുണ്ടാകും. ഞാൻ നിനക്ക് ഉടമയാക്കി തന്നു, സംഭാവന നൽകി എന്നൊന്നും പറയാതെ തന്നെ ചില വാക്കിനകത്ത് മറഞ്ഞു കിടക്കുന്നതുണ്ടാകും. അങ്ങനെയുള്ള ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്ന് പറയുന്നത്. ഇത് ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിന്ന് വരും. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞാലോ. ഒന്ന്, ഖാല ശൈഖുനാ ഫീ ശറഹിൽ മിൻഹാജ് വഖദ് ലാ തുശ്തറത്തു സീഗത്തു. ചിലപ്പോൾ സീഗ ഷർത്തില്ലാതെ വരും. കമാലു ഖാനത്ത് ളിംനിയത്ത്. അതെപ്പോഴാണ്? മറ്റൊരു വാക്കിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നതാകും പോലെ. ക ആതിഖ് അബ്ദക അന്നി. നിൻ്റെ അടിമയെ എനിക്ക് വേണ്ടി നീ മോചിപ്പിക്കുക എന്ന് പറയുകയും ഫഅതഖഹു, അത് കേട്ട് അയാൾ മോചിപ്പിക്കുകയും ചെയ്താൽ, നിൻ്റെ അടിമയെ എനിക്ക് വേണ്ടി മോചിപ്പിക്കുക എന്ന് പറയുമ്പം വെറുതെ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ മക്കുൽ മജ്ജാൻ, ഫ്രീ ആയിട്ട് മോചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്താണ് അതിൻ്റെ അർത്ഥം? നിൻ്റെ അടിമയെ എന്നെത്തൊട്ട് മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു ഹിബത്താണ്. ആ അടിമനെ എനിക്ക് തരിക, എന്നിട്ട് മോചിപ്പിച്ചോ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോഴല്ലേ എന്നെത്തൊട്ട് മോചിപ്പിക്കലാവുള്ളൂ. മറ്റൊന്ന്, മക്കൾക്ക് ആഭരണം ധരിപ്പിക്കുക. നമ്മൾ അങ്ങാടിയിലൊക്കെ പോയിട്ട് മക്കൾക്ക് സ്വർണ്ണോ വെള്ളിയോ ഒക്കെ ധരിപ്പിക്കൂലേ, അതേപോലെ ഭാര്യക്ക്. അവിടെ മക്കൾക്ക് ധരിപ്പിക്കുന്നിടത്ത് സീഗൻ്റെ ആവശ്യമൊന്നുമില്ല. വക്കമാലു സയ്യന വലതുഹു സഗീറ. അവൻ്റെ ചെറിയ കുട്ടിയെ അവൻ ഭംഗിയാക്കും പോലെ, ചമയിപ്പിക്കും പോലെ, ബി ഹുലിയിൻ, ആഭരണം കൊണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു വള വാങ്ങിയിട്ട് കൊടുത്താൽ അത് ഹിബത്താവോ എന്നൊരു ചോദ്യമുണ്ട്. അതില്ല. ഭാര്യയ്ക്ക് വള വാങ്ങിയിട്ട് കൊടുത്താൽ അവിടെ ഭാര്യയ്ക്ക് സ്വീകരിച്ചു എന്നും ഭാര്യയോട് തന്നു എന്നും പറയാൻ പറ്റുമല്ലോ. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അത് പറ്റൂലല്ലോ. ബി ഖിലാഫി സൗജത്തിഹി. എന്തുകൊണ്ടാണ് ഭാര്യയ്ക്ക് ആഭരണം കൊടുത്താൽ, വാങ്ങിയിട്ട് കൊടുത്താൽ അത് അവൾക്കുള്ള സംഭാവനയാകാത്തത്, അവൾക്കുള്ള ഹദിയയാവാത്തത്? യന്നഹു ഖാദിറുൻ അലാ തംലീഖി. കാരണം അയാൾക്ക് അത് ഉടമപ്പെടുത്തി കൊടുക്കാൻ കഴിയുമല്ലോ. ബി തവല്ലി തൊറഫൈൻ, രണ്ട് ഭാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട്. ഏത് രണ്ട് ഭാഗം? എന്നും വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഭാര്യയ്ക്ക് കൊടുത്താൽ എന്താവില്ല, ഹിബത്താവില്ല. മകന് കൊടുത്താൽ എന്താവും? ചെറിയ തൻ്റെ സന്താനത്തിന് കൊടുത്താൽ ഹിബത്താകും. എന്തുകൊണ്ട്? കുട്ടികൾക്ക് വേണ്ടി വാങ്ങി എന്ന് പറയേണ്ടതും സ്വീകരിച്ചു എന്ന് പറയേണ്ടതും ആരാണ്? കുട്ടിയല്ല, കുട്ടീൻ്റെ വാപ്പയാണ്. അപ്പം പിന്നെ കുട്ടീൻ്റെ വാപ്പ അത് രണ്ടും ചെയ്യാൻ കഴിവുള്ള ആളായതുകൊണ്ട് ഇനി അവിടെ എന്തില്ല, അതിൻ്റെ ആവശ്യം ഇല്ല. അതിനകത്ത് ആ വാചകമുണ്ട്.
ഭാര്യൻ്റെ കാര്യത്തിന് അങ്ങനെയല്ലല്ലോ. ഭാര്യൻ്റെ കാര്യത്തിൽ ഒരു തുറഫ് മാത്രമേ ഭർത്താവിൻ്റെ അടുത്തുള്ളൂ. ഏതാ തുറഫ്? ഞാൻ നിനക്ക് തന്നു എന്ന് പറയൽ. സ്വീകരിച്ചു എന്ന് ആര് പറയണം? ഭാര്യ പറയണം. അല്ല ഭാര്യ പറയണം ആർക്കാ നിങ്ങളെ സമ്മാനം വേണ്ടത് എന്ന് ഭാര്യ പറഞ്ഞാലോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ? അതുകൊണ്ട് യന്നഹു ഖാദിറുൻ, ഈ കുട്ടിൻ്റെ വലിയ കഴിവുണ്ടല്ലോ, കഴിവുള്ളവനാണല്ലോ, അലാ തംലീക്കിഹി, അതിന് ഉടമയാക്കി കൊടുക്കാൻ, കുട്ടിക്കൊരു വസ്തു ഉടമയാക്കി കൊടുക്കാൻ, തവല്ലി തുറഫൈനി, സീഗയുടെ 2 വാചകങ്ങളും ഏറ്റെടുത്തുകൊണ്ട്. അപ്പോൾ കുട്ടിക്ക് വേണ്ടി ഞാനൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ഞാനാണ് വാങ്ങണത്, സ്വീകരിക്കണതോ അത് ഞാൻ തന്നെയല്ലേ? ഖാലഹുൽ ഖഫാൽ വഖറഹു ജംഅൻ. പക്ഷേ ഇമാം ഖഫാൽ ഇമാം പറഞ്ഞതിനെ ഉഴത്തിരത എതിർത്ത് പറയപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞത് ശരിയല്ല എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ന്യായം എന്താ? ബിഅന്ന കലാമ ശൈഖൈനി ഖാലിഫു. ഇമാം നവവി ഇമാം റാഫി ഇമാം എന്ന് പറയുന്ന മദ്ഹബിലെ 2 ശൈഖുമാരുടെ വാക്ക് അവർക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖഫാൽ ഇമാമിൻ്റെ അഭിപ്രായത്തെ എതിർത്തിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. കാരണം ഹൈസുസ്തറത്ത, അവർ 2 പേരും നിബന്ധന പറഞ്ഞിരിക്കുന്നു ഫി ഹിബത്തിൽ അസ്ലി, മാതാപിതാക്കൾക്കാണ് അസ്ലി എന്ന് പറയാം, സന്താനങ്ങൾക്കാണ് ഫറ എന്ന് പറയാം. അസ്ല് സന്താനങ്ങൾക്ക് സംഭാവനയോ ദാനമോ കൊടുക്കുന്നിടത്ത് അവർ 2 പേരും നിബന്ധന പറഞ്ഞിട്ടുണ്ട്. എന്ത്? തവല്ലിയ തൊറഫൈനി ബീജാബി മഖബൂലിൻ, ഈജാബും കബൂലും അയാൾ നടത്തിക്കൊണ്ട് അതിൻ്റെ 2 ഭാഗങ്ങളെയും ഏറ്റെടുക്കണമെന്ന് ഷർത്ത് പറഞ്ഞതിനാൽ ഇവിടെ ഷെയ്ഖൈനിൻ്റെ അഭിപ്രായത്തിൽ ചെറിയ കുട്ടികൾക്ക് ആഭരണം കൊടുത്തത് കൊണ്ട് മാത്രം ഹിബത്ത് ആകൂല. അസ്ലി എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കുന്ന വിഷയമായി പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളല്ലാത്ത കുട്ടികളുടെ വലിയ പാപ്പയോ ഉമ്മയോ, പാപ്പാൻ്റെ പാപ്പയോ ഉമ്മാൻ്റെ ഉമ്മയോ അല്ലാത്ത വലിയ ഉണ്ടാവില്ല കുട്ടികൾക്ക്. പാപ്പിമ്മയൊക്കെ മരിച്ചുപോയി, ജ്യേഷ്ഠന്മാരും അനിയന്മാരൊക്കെ കുട്ടികളെ വലിയായിട്ട് വരൂലേ? അപ്പം മറ്റുള്ള അസുരല്ലാത്ത ഒരു വലിയ അവരുടെ സംരക്ഷണത്തിലുള്ള കുട്ടിക്ക് ഹദിയ കൊടുക്കുമ്പോൾ അതെന്താ ചെയ്യുക? അതിനവർ നിബന്ധന പറഞ്ഞു, യഖ്ബല അൽ ഹാക്കിമു ഔ നായിബുഹു, ഭരണാധികാരിയോ അയാളുടെ പകരക്കാരനായ ഖാദിയോ അതിനെ സ്വീകരിക്കണമെന്നും നിബന്ധന പറഞ്ഞ ദിനാൽ ഹൈസുസ്തറത്ത, നിബന്ധന പറഞ്ഞു എന്ന കാരണത്താൽ ഷെയ്ഖൈനിയുടെ കലാമ് ആരുടെ അഭിപ്രായത്തിനെതിരാണ്? ഇമാം ഖഫാൽ എന്നിവരുടെ അഭിപ്രായത്തിനെതിരാണ്. ഖഫാൽ എന്നിവർ പറയുന്നത് എന്താണ്? ഈജാബും ഖബൂലൊന്നും വേണ്ട, കുട്ടികൾക്ക് ധരിപ്പിച്ചാൽ തന്നെ അത് ഹിബത്തായി മാറും എന്നാണ്. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട മറ്റൊരു മസല, ഞാൻ എൻ്റെ പറമ്പിൽ ഒരു തെങ്ങ് കുഴിച്ചിടുമ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ മകന് വേണ്ടി ഞാൻ കുഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് മകൻ്റെതാണ് എന്നതിനർത്ഥമില്ല. അതേ സമയത്ത് എൻ്റെ കയ്യിലുള്ള ഒരു പേന എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ എൻ്റെ മകന് വേണ്ടി വാങ്ങിയതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ അത് ഒരു ഇഖ്റാറാണ്, അതായത് അത് നിങ്ങളുടേതാണ് എന്ന് ഞാൻ സമ്മതിക്കലാണ്. രണ്ടും വ്യത്യാസമുണ്ട് എന്നർത്ഥം. മരം കുഴിച്ചിടുമ്പോൾ അതിൻ്റെ മോൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് മോൻ്റെതാവില്ല. കുഴിച്ചിടുമ്പോഴല്ലേ പറയണത്. എൻ്റെ കയ്യിലുള്ള ഒരു സാധനം ഞാനെന്ത് പറഞ്ഞു, ഇത് ഫാത്തിമയുടേതാണ്, ജമീലയുടേതാണ് എന്ന് പറഞ്ഞാൽ അത് ഇഖ്റാറാണ്, ജമീലയുടേതാണ് എന്ന് ഞാൻ സമ്മതിക്കലാണ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം ജമീലയുടേതാണ് എന്ന് പറഞ്ഞാൽ, ഹഫ്സയുടേതാണ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഹഫ്സക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണ്. എൻ്റെ ഉടമസ്ഥത അവരിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്.
ശ്രദ്ധിക്കുക. വലോ വനഖലു അനിൽ അബ്ബാദി വ അഖറൂഹു, അബ്ബാദി ഇമാമും മറ്റുമൊക്കെ പറഞ്ഞതാണ്. ലോ ഹറസ അശ്ശാറൻ, ഒരാൾ കുറേ മരങ്ങൾ കുഴിച്ചിട്ടു. വക്കാല ഇന്ദൽ ഹർസി, കുഴിച്ചിടുമ്പോൾ അയാൾ പറഞ്ഞു അഗിരി സുഹാലി ഇബിനി, ഇതെൻ്റെ മകന് വേണ്ടി ഞാൻ കുഴിച്ചിടുകയാണ്. മകന് ഉദാഹരണമാണ്, ഈ സ്ഥാപനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി ഞാൻ കുഴിച്ചിടുകയാണെന്നൊക്കെ പറഞ്ഞു. ഹറസ എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടു, നട്ടു. ഇത് ഞാൻ എൻ്റെ മകന് വേണ്ടി നടുകയാണ് എന്ന് പറഞ്ഞാലും യക്കുൻ ഇഖ്റാറൻ, അത് മദ്രസക്ക് കൊടുത്തു എന്നതിനർത്ഥമില്ല, അത് ഇഖ്റാറല്ല, അത് അയാളുടെ ഉടമസ്ഥതയിലാണ് എന്ന് സമ്മതിച്ച് പറയൽ അല്ല. അതേസമയത്ത് ബിഖിനാഫി മാലോ ഖാലലി ഐനി, കയ്യിലുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അപ്രകാരമല്ല. എന്ത് പറഞ്ഞു? ഇസ്തറൈതു ഹാലിബിനി, ഞാൻ എൻ്റെ മകന് വേണ്ടി വാങ്ങിയതാണ്. ഔലി ഫുലാനിൻ അൽ അജ്നബി, അല്ലെങ്കിൽ മകനല്ലാത്ത അന്യനായ വ്യക്തിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു ഇഖ്റാർ, അത് അയാളുടേതാണ് എന്ന് സമ്മതിച്ച് പറയലാണ്. അതുപോലെ തന്നെ മറ്റൊരു മസല, ഇത് ഞാൻ എൻ്റെ മകന് വേണ്ടിയാക്കി എന്ന് പറഞ്ഞു. ഈ ഭൂമി ഞാൻ എൻ്റെ മകന് വേണ്ടിയാക്കി എന്ന് പറഞ്ഞാൽ അവനത് സ്വീകരിക്കുകയും ഖബൂൽ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ്റേതായി തീരുക. ജഅൽതു ഹാദാ ലി ഇബ്ലി എന്ന് പറഞ്ഞാൽ ലം യംലിക്കുഹു, അത് അവൻ ഉടമപ്പെടുത്തുകയില്ല. ഇല്ല ഇൻ ഖബില വ ഖബദ ലഹു, അതിനവൻ സ്വീകരിക്കുകയും അവന് വേണ്ടി ഖബൂൽ ചെയ്യുകയും ചെയ്താലല്ലാതെ. ഇനി നേരത്തെ പറഞ്ഞ മസലയിലേക്ക് തന്നെ പോവുകയാണ്. വലിയ തർക്കമുള്ള വിഷയമാണ്. ഇമാം ഖവാരിസമി പറഞ്ഞൊരു മസല, വാപ്പ കുട്ടിക്ക് വേണ്ടി ആഭരണം ധരിപ്പിച്ചാൽ അത് കുട്ടിക്ക് ഉടമയാക്കി കൊടുക്കലാണ് എന്നാണല്ലോ. ഈ അഭിപ്രായത്തെ ഖവാരിസിമാമിൻ്റെ അഭിപ്രായമാണ്. ഇമാം സുബുക്കി അത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ആഭരണം ധരിപ്പിച്ചാൽ അത് കുട്ടികളുടേതാവൂല എന്ന്. വളഅഫ സുബുക്കിയു റസറായിയു വഗൈറുഹുമ, ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഖവാരിസിമി എന്നിവരുടെയും മറ്റുടെയും പ്രസ്താവനയെ. അവരെന്താ പറഞ്ഞത്? അന്ന ഇൽബാസൽ അബി സഗീറ ഹുലിയൻ, ഒരു പിതാവ് തൻ്റെ ചെറിയ കുട്ടിക്ക് ധരിപ്പിക്കൽ, ആഭരണം ധരിപ്പിക്കൽ, യുമല്ലിക്കുഹു ഇയാഹ, അതിനെ അവന് ഉടമയാക്കി കൊടുക്കും. ആദ്യം പറഞ്ഞത് ഹിബത്താണ് എന്നാണല്ലോ. ഉടമയാക്കി കൊടുക്കും എന്ന വാക്കിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അവരത് അംഗീകരിക്കുന്നില്ല. ഇനി പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ ആ പെൺകുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാപ്പാർ വാങ്ങിക്കൊടുക്കും, ആഭരണങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ പലതും. അത് പെൺകുട്ടിയുടേതാണോ? ഇപ്പോൾ സ്ത്രീധനം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പെൺകുട്ടിയുടെ സ്വത്താണോ വാപ്പാൻ്റെ സ്വത്താണോ? അതും കൂടെ പറയാം. വനഖല ജമാഅത്തുൻ അൻ ഫതാവൽ ഖഫാൽ നഫ്സിഹി, നേരത്തെ പറഞ്ഞ ഖഫാൽ ഇമാമിൻ്റെ ഫതാവയെ തൊട്ട്, അന്നഹു ലൗ ജഹ്സ ബിൻതഹു, തൻ്റെ മകളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഒരുക്കി വിട്ടാൽ, ജഹ്സന ഒരുക്കി വിടാം, മാ അംതിയത്തിന് കുറേ ചരക്കുകൾ സഹിതം. പഴയകാലത്തൊക്കെ അങ്ങനെയാണ്, കട്ടിലും ഒക്കെ കൂട്ടത്തിൽ കൊടുത്തയക്കും. ബിലാ തംലീക്കിൻ, അവൾക്ക് ഉടമയാക്കി കൊടുക്കാതെ വണ്ടിയിലങ്ങ് കയറ്റി വിട്ടു. എന്നാൽ അങ്ങനെ ഒരു തർക്കമുണ്ടായി. അവൾ പറഞ്ഞതൊക്കെ വാപ്പ എനിക്ക് തന്നതാണ്, അല്ലെങ്കിൽ അവൾ മരിച്ചപ്പോൾ അനന്തരവാസികൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു അതൊക്കെ എനിക്ക് വേണം, വാപ്പ പറഞ്ഞു അല്ലല്ല ഞാൻ ഉടമയാക്കി കൊടുത്തിട്ടില്ല എന്നും. ആരുടെ വാദമാണ് സ്വീകരിക്കുക? യുസദ്ദഖു ബിയമീനിഹി, പിതാവിൻ്റെ വാക്ക് വാസ്തവമാക്കപ്പെടും, അയാളെ സത്യം ചെയ്യിപ്പിക്കണം. ഏത് വാദം? ഫി അന്നഹു ലം യുമല്ലിക്ഹ, അയാളതിനെ അവൾക്ക് ഉടമയാക്കി കൊടുത്തിട്ടില്ല എന്ന വാദത്തിൽ. ഇനി ദഅതുഹു, അവളത് വാദിക്കുകയാണെങ്കിൽ, ഉടമയാക്കി തന്നിട്ടുണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ വാപ്പാൻ്റെ വാക്കാണ് സ്വീകരിക്കുക എന്ന് ഇമാം ഖഫാൽ എന്നിവർ ഫത്വ നൽകിയിട്ടുണ്ട്. ഈ ഫത്വ പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഖഫാൽ ഇമാം പറഞ്ഞത് നേരത്തെ എന്താ? കുട്ടിക്ക് ആഭരണം ധരിപ്പിച്ചാൽ ഉടമയാക്കി കൊടുക്കും എന്ന് പറഞ്ഞതിനോട് എതിരല്ലേ ഇത് പറഞ്ഞത്? നേരത്തെ തന്നെ ഖഫാൽ ഇമാമിൻ്റെ ഒരു മസാല പറഞ്ഞല്ലോ, തൻ്റെ മകന് ആഭരണങ്ങൾ ധരിപ്പിച്ചാൽ എന്തു ചെയ്യും? ഉടമയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ?
വഹാദാ സരീൻ, ഈ ഫത്വ വളരെ വ്യക്തമാണ്. ഫി റദ്ദി മാ സബഖാനുഹു ഖഫാലിമാം, ആദ്യം പറഞ്ഞതിനെ റദ്ദ് ചെയ്യുന്നതിലും തിരുത്തുന്നതിലും വളരെ വ്യക്തമാണ്. ഇവിടെ ചെറിയൊരു വിശദീകരണം ഇമാം ഖാദി ഹുസൈൻ റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഖാദി ഫത്വ നൽകി ഫീമൻ ബാസ ബിൻതുഹു, തൻ്റെ മകളെ പറഞ്ഞയച്ചു, പുതുക്കം പറഞ്ഞയച്ചു, വ ജഹാസഹ, അവൾക്കുള്ള ഉപകരണങ്ങളെല്ലാം കൊടുത്തയച്ചു, ബാസ കൊടുത്തയച്ചു ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അവിടെ ഖാദി എന്നവർ ഫത്വ നൽകി ബിഅന്നഹു ഇൻ ഖാല, അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാദാ ജഹാസു ബിൻതി, ഇതെൻ്റെ മോളുടെ ഉപകരണങ്ങളാണ്, വസ്തുക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഹു മിൽക്കുല്ല, അത് അവളുടെ ഉടമസ്ഥതയിലാണ്. വൈല്ല, അങ്ങനെ ഒന്നും പറയാതെയാണ് കൊടുത്തു വിട്ടതെങ്കിൽ ആഭരണങ്ങളും മറ്റുമൊക്കെ ആരിയത്തുൻ, അത് വായ്പയായിട്ട് കൊടുത്തതാണ് എന്നാണ് അർത്ഥം. ഒയ് സദ്ദഖ ബിയമീനിഹി, അയാളുടെ വാദം സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ സീഗ വേണ്ടാത്ത മറ്റൊരു ഉദാഹരണം ആദ്യം പറഞ്ഞു കൊടുത്തൊക്കെ പോവുകയാണ്. വക്ക ഖിലാഇൽ മുലൂക്ക്, രാജാക്കന്മാർക്ക് കിട്ടുന്ന വസ്ത്രങ്ങൾ പോലെ. ഭരണാധികാരികളും പ്രധാനമന്ത്രിമാരൊക്കെ പല രാജ്യങ്ങളിലേക്കും പോകൂലേ, അതും ഇത്യാദി അദമിൽ ലഫ്ദ് ഫിഹ, കാരണം അവിടെയൊന്നും പദം ഇല്ലാതിരിക്കലാണ് പതിവ്. അവിടെ ഒന്നും തന്നു കൊടുത്തു എന്നൊന്നും പറയാറില്ല. രാജാക്കന്മാരുടെ ഖിൽ എന്ന് പറഞ്ഞാൽ സ്ഥാനവസ്ത്രമൊക്കെ. നമ്മൾ ഉസ്താദുമാർക്കും നമ്മൾ ഓരോരുത്തർക്ക് കണ്ടില്ലേ ഈ സ്റ്റേജിലൊക്കെ ആദരിക്കാൻ വേണ്ടി ഖിലാഅത്തിൻ്റെ ബഹുവചനാണ് ഖിലാ. പുതപ്പും ടർക്കിയും പിന്നെന്താ ഷാളൊക്കെ അണിയിക്കൂലേ, രാജാക്കന്മാർക്ക് മാത്രമല്ല ഉസ്താദുമാർക്കും മൗലവിമാർക്കും ഒക്കെ. അതൊക്കെ ഹിബത്താണ്. അതിൽ ഞാൻ തന്നു വാങ്ങി എന്നൊന്നും പറയരുത്, സാധാരണ പതിവില്ല. അത് അവർക്കുള്ളത് തന്നെയാണ്. ഇനിയും ഒരു ഫത്വ ഇബ്നുൽ ഖയ്യാത്ത് റഹ്മഹുള്ളയുടെ ഫത്വയിൽ നിന്ന് ഇബ്നു സിയാദ് റഹ്മഹുള്ള ഒരു ഫത്വ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇദാ അഹ്ദ സൗജു ലി സൗജത്തി ബഅദൽ അഖദി, കല്യാണം കഴിഞ്ഞതിന് ശേഷം അഥവാ അഖദ് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകി എന്തെങ്കിലും സമ്മാനം നൽകിയാൽ ബിസബബിഹി, ഈ അഖദിൻ്റെ കാരണം കൊണ്ട്, അഖദ് നടത്തി എന്ന കാരണത്താൽ സമ്മാനം നൽകിയാൽ ഫൈനഹ തംലിക്കു, അത് അവൾ ഉടമയാക്കും. അലാ തഹ്താജില ഇജാബി മഖബൂൻ, ഇജാബ് ഖബറിൻ്റെ ആവശ്യമില്ല. ഇപ്പൊക്കെ കല്യാണം കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മൊബൈൽ കൈമാറലല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങളും കൊടുക്കും മഹറിന് പുറമെ, അതൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അഖദ് അറിയുമ്പോൾ നിക്കാഹ്, പിന്നെ ഒരു വീട്ടുകൂടലൊക്കെ ഉണ്ടാവില്ലേ, വീട്ടുകൂടുന്ന പരിപാടി ഉണ്ടാവില്ലേ, അതിനാണ് സുബഹു സവാജ് എന്ന് പറയാം, പ്രഭാതം. മധുവിധു രാത്രിയുടെ പ്രഭാതങ്ങളിൽ അറാഹത്തിൽ പുരുഷൻ എന്ത് ചെയ്തു, ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കും. നേരം കൊടുക്കുമ്പം തന്നെ നല്ല ശുഭരാത്രി, ശിവരാത്രിയൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പേരുണ്ട്, സുബ്ഹിയ്യ എന്നാണ് അറബികൾ അതിന് പറയാം. അത് നല്ല പരിപാടിയാണ്. ഇനിയിപ്പോൾ എല്ലാ ആചാരങ്ങളും നാട്ടിലുണ്ടായതുകൊണ്ട് ഇതും കൂടി ഒന്ന് ആരംഭിച്ചാൽ പൂർണ്ണമാവും. അമിൻദാരിക്ക, അതിൽപ്പെട്ടതാണ് മാ യദ്ഫഉ റജുലുൽ മർഅത്തി, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്നത് സുബ്ഹ സവാജി, കല്യാണ പ്രഭാതത്തിൽ, ഇമ്മാ യുസമ്മ സുബ്ഹിയ്യ, അതിൻ്റെ പേരെന്താണ്, സുബ്ഹിയ്യ എന്ന് പറയാം ഫി ഉർഫിന, ഞങ്ങളുടെ നാട്ടിൽ. ഒമാ യദ്ഫഉ ഇലൈഹ ഇദാ ഗളിബത്ത് ഔ തസവ്വജ അലൈഹ. അതുപോലെ തന്നെ വേറെ പരിപാടിയുണ്ട്, പെണ്ണുങ്ങൾക്ക് ചൂടായാൽ കൊടുക്കണ സമ്മാനം. അല്ലാതെ ഇങ്ങോട്ട് ദേഷ്യം പിടിക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്താലേ ആ ചൂടൊക്കെ എന്ത് ചെയ്യും, നേരെ വെള്ളം പാർത്ത മാതിരിയാവും. അതും പരീക്ഷിക്കാവുന്നതാണ്. ഈ മസാലയൊക്കെ ഭർത്താക്കന്മാർക്ക് നിർബന്ധമായിട്ടും പഠിപ്പിച്ചു കൊടുക്കണം. ഒമാ യദ്ഫഉഹു ഇലൈഹ, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്നതും ഇദാ ഗളിബത്ത്, അവൾ ദേഷ്യം പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തിനോ തസവ്വജ അലൈഹ, അവൾക്ക് മുകളിൽ വേറൊരാളെ കല്യാണം കഴിക്കുമ്പോൾ, അല്ല ഇങ്ങനെ എന്താണ് പറയുക, അങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുന്ന സമയക്കാരോ, ഒരു പെണ്ണുണ്ടായിരിക്കും വേറെ കല്യാണം കഴിച്ചാൽ ഓ തസവ്വജ അലൈഹ എന്നതിന് പറയാം. അവൾക്ക് മേൽ മറ്റൊരാളെ കല്യാണം കഴിക്കുമ്പോൾ ഒക്കെ കൊടുക്കണതില്ലേ, ഫൈനദാലിക്ക തംലിക്കു, അത് അവളുടെ ഉടമസ്ഥതയിലാണ്. പെണ്ണുടമയാക്കും മുജറദി ദഫ് ഇലൈഹ, അവളിലേക്ക് കൊടുക്കൽ കൊണ്ട് മാത്രം. ഇൻതഹ. അപ്പോൾ ഹിബത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ഹിബത്താണ്.
സമ്മാനം കൊടുക്കുന്നതിനെക്കുറിച്ചാണ്, ഹദിയ കൊടുക്കുന്നതിനെക്കുറിച്ചാണ്, സംഭാവന കൊടുക്കുന്നത്. ഇനി സ്വതക്ക കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് തുടരാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.